അസ്സലാമലൈക്കും. ഹായ് മക്കളുമാരെ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖം, അൽഹംദുലില്ലാ. അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്ക് വെളിയിലോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് നമ്മളുടെ ലുലു മാളിൽ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് അറിഞ്ഞു. ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് തന്നെ വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതായി നിൽക്കുന്നവരെയൊക്കെ കണ്ടില്ലേ നിങ്ങൾ? വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ. എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? ആദ്യമായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ലുലു മാളിൽ വരുന്നത്. ഇവിടെ തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ടും ഇവിടെ ഒന്ന് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഒന്നും നോക്കിയില്ല. ഇന്ന് നമ്മൾ കയറിയിട്ട് തന്നെ കാര്യമെന്ന് വിചാരിച്ചു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി നല്ല ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ നമുക്കൊരു വണ്ടി ഇടാനൊരു സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇവിടെ കാത്തു നിന്നാണ് ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങൊക്കെ കൊണ്ടു ചെന്ന് ഇടേണ്ട വരും. അത് കാരണം നമുക്ക് കിട്ടിയ സ്ഥലത്ത് നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി ലിഫ്റ്റിലൊക്കെ കയറിയിട്ട് നമുക്ക് മുട്ടനൊരു പണിയും കിട്ടി ഗൈസ്. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളെ കൂടെ വന്നവർക്കും കിട്ടിയതുകൊണ്ടേ അവരും ലിഫ്റ്റിൽ മേളിലേക്ക് പോകാൻ നോക്കിയവരാണ്. നമ്മൾ വീണ്ടും താഴെ ചെന്ന് കാറ് പാർക്ക് ചെയ്തിരിക്കലൊക്കെ ഒന്നും കൂടി ഒന്ന് കറങ്ങിയിട്ട് പിന്നെ മേളിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് നമ്മൾ നല്ല അത്യാവശ്യം നല്ല തിരക്കുകൾ, അതേപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെയും അങ്ങനെയൊക്കെ ഈ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, അവർ വന്ന് നമ്മളടുക്കെ ഓരോ ഓഫറും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞ് പോയിട്ടൊക്കെ വരാമെന്നും പറഞ്ഞ് നമ്മൾ തിരിഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നല്ല പാട്ടോ എന്തോ ഒക്കെ നടക്കുന്നുണ്ട്. അതൊന്നും കാണാനായിട്ടൊന്നും നിന്നില്ല. നമ്മൾ തിരിച്ചു ഇറങ്ങിയപ്പം തന്നെ 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിന്ന് സമയം കളയണ്ടെന്ന് വിചാരിച്ചു നേരെ വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. 2 മണി വരെ ഓപ്പൺ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാലും നമ്മളെല്ലാം നോക്കി നടന്നു. ഒന്നും നമ്മൾ വലുതായിട്ട് എടുത്തൊന്നുമില്ല. ജസ്റ്റ് അവിടെയൊക്കെ കയറി ഒന്ന് കറങ്ങിയൊക്കെ വന്നു. എന്നിട്ട് പിന്നെ ഇവിടെ നമുക്ക് ഈ വെജിറ്റബിൾ എല്ലാം കൂടി ഇതാക്കി സലാഡ് അങ്ങനെയൊക്കെയുള്ള ഐറ്റം ഉണ്ടല്ലോ, അതാണ് ഇക്കാക്ക് താല്പര്യം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും വാങ്ങാൻ നിൽക്കാതെ നേരെ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അത് മേടിച്ച് വെച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫോണൊക്കെ നോക്കാനായിട്ട് വന്നു. ഇക്കയുടെ ക്രേസ് എന്ന് വെച്ചാൽ ഫോണും കാര്യമൊക്കെയാണ്. അങ്ങനെ അതൊക്കെ നോക്കി നമ്മൾ പിന്നെ ജസ്റ്റ് ഫിഷുകളൊക്കെ വിൽക്കുന്ന അവിടെയൊക്കെ വന്നു. എല്ലാം നോക്കിയിട്ടുള്ളേ ഉള്ളൂ, നമ്മളൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നോക്കി ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നടന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മൾ അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ആങ്ങളയുടെ മോനും ഉണ്ടായിരുന്നു കൂടെ. അവന് ഇതിൽ കയറിയപ്പോഴത്തേക്കൊരു സന്തോഷം. അങ്ങനെ നമ്മൾ അതിലൊക്കെ കയറി നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് അവിടെ പിന്നെ ഒരു കാഴ്ച കണ്ടത്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, സൂപ്പറായിരുന്നു. ഇറങ്ങാൻ നേരം എന്തോ കണ്ടില്ലേ? ഇറങ്ങുന്ന വാതിലിലല്ല, കയറി വരുമ്പോൾ കാണുന്നതാണ്. പക്ഷെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ അതുവഴിയാണെന്ന് കയറി പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല അന്നേരം. പക്ഷേ ഇപ്പം നമ്മൾ ഇറങ്ങി പോകാനായിട്ട് പോയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. കൊള്ളായിരുന്നു, സൂപ്പർ. പിള്ളേരൊക്കെ അവരെ കൂടെ നിന്ന് കളിച്ചു. പിന്നെ ഇക്കായും കൈയൊക്കെ കൊടുത്തു. അവർ അന്നേരത്തേക്ക് കൂടെ കളിക്കുകയൊക്കെ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു, കാണാൻ പൊളി തന്നെയായിരുന്നു. കൊച്ചുങ്ങൾക്കൊക്കെ കുട്ടികളെല്ലാം അവരടുത്ത് നിൽപ്പുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും അവിടെയാണ് വന്നിരുന്ന് നോക്കുന്നത്. പൊളിയായിരുന്നു കാര്യങ്ങളൊക്കെ കാണാൻ. അങ്ങനെ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും.